സിയാവുദ്ദീനും അതിന് മറ്റ് രാഷ്ട്രീയ പാർട്ടികളെല്ലാം കൂടി ഒരു മദനി വിമോചന വേദി പാലക്കാട് ഉണ്ടാക്കി. സർവീസിലുള്ളപ്പോൾ തന്നെ ഞാൻ അതിലും ഒരു പ്രവർത്തകനായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ അദ്ദേഹത്തിന്റെ പരിപാടികളൊക്കെ വന്നപ്പോൾ അത് കവർ ചെയ്യാനൊക്കെ എന്നെയാണ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് നിയോഗിച്ചത്. പിന്നെ അപ്പോൾ റിട്ടയർ ചെയ്തപ്പോൾ എനിക്ക് കൂടുതൽ സ്വാതന്ത്ര്യമായി. ഞാനങ്ങനെ ആ പാർട്ടിയിൽ ചേർന്നു, അങ്ങനെ പ്രവർത്തിച്ചു വരിക. അന്ന് കോയമ്പത്തൂർ കേസില് ഞാനന്ന് പാലക്കാട് സ്പെഷ്യൽ ബ്രാഞ്ച് സിഐഡി ഡിവൈഎസ്പിയാണ്. അപ്പൊ തൊട്ട് അടുത്ത ജില്ലയിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെപ്പറ്റി ഒരു പ്രാഥമിക അന്വേഷണം നടത്തി നമ്മുടെ ഗവൺമെന്റ്, കേരള ഗവൺമെന്റിലേക്ക് റിപ്പോർട്ട് അയക്കുക എന്നുള്ളത് മാൻഡേറ്ററി ആയിട്ട് ഞങ്ങൾക്കുള്ള ഡയറക്ഷൻ, സ്റ്റാൻഡിംഗ് ഓർഡേഴ്സാണ്. അന്ന് ഞാനും എന്റെ സിഐമാരൊക്കെ പോയി അന്വേഷണം നടത്തി ഗവൺമെന്റിലേക്ക് സത്യസന്ധമായ റിപ്പോർട്ട് അയച്ചിരുന്നു. പക്ഷെ നമ്മുടെ ഗവൺമെന്റിലേക്കാണ്, പക്ഷെ അതിന് പ്രതികരണ ശേഷിയൊന്നും ഗവൺമെന്റ് ഉണ്ടായില്ല. അങ്ങോട്ട് നിരപരാധിയാണെന്ന് ആ കേസിന്റെ പശ്ചാത്തലങ്ങൾ വിവരിച്ചുകൊണ്ട് ഞാൻ റിപ്പോർട്ട് സെൽഫ് കണ്ടെയ്ൻഡ് ആയിട്ട് 18 പേജുള്ള റിപ്പോർട്ടാണ് ഞാൻ അയച്ചത്. അതിൽ വേറെ നടപടിയൊന്നും ഉണ്ടായില്ല. പക്ഷെ ഉണ്ടായ നടപടി എന്താണെന്ന് അറിയാവോ? നിരപരാധിയായ ശ്രീ മദനിയെ അവിടെ എന്താണ് മറ്റുള്ള മതസ്ഥർക്ക് കൂടുതൽ പ്രയാസമുണ്ടാക്കുന്ന പ്രസംഗങ്ങൾ നടത്തി എന്ന് പറഞ്ഞ് ഒരു കുറച്ച് കേസുകളൊക്കെ രജിസ്റ്റർ ചെയ്തു കേരളത്തിൽ. അന്ന് ഇടതുപക്ഷ ഗവൺമെന്റാണ് ഭരിക്കുന്നത്. ശ്രീ നയനാർ മുഖ്യമന്ത്രി, അതിന് പൊളിറ്റിക്കൽ സെക്രട്ടറി മിസ്റ്റർ ശശി. ആ കേസിലെ ഒരു വാറണ്ടാക്കി ആ വാറണ്ടിലെ പ്രതിയാക്കി ശ്രീ മദനിയെ അറസ്റ്റ് ചെയ്യുകയും അങ്ങനെ അദ്ദേഹത്തെ നേരെ ജയലളിതയ്ക്ക് കോയമ്പത്തൂർ കൊണ്ട് കൊടുക്കുകയുണ്ടായത്. അത് കൊടുത്തതാരാ? അന്ന് കേരളം ഭരിച്ചിരുന്ന ഇടതുപക്ഷ മുന്നണി സർക്കാർ. അന്ന് ആഭ്യന്തരം കൈയാളിയിരുന്ന ശ്രീ നയനാരും അന്നത്തെ പൊളിറ്റിക്കൽ സെക്രട്ടറി മിസ്റ്റർ ശശിയും അതേപോലെ ശ്രീ ശേഖരൻ മിനിയോടൻ അന്നത്തെ DIG എന്റെ കൂടെ ഒന്നിച്ച് SI ആയിട്ട് കയറി. പിന്നെ അദ്ദേഹം ഷെഡ്യൂൾഡ് കാസ്റ്റ് ആയതുകൊണ്ട് സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് വന്നപ്പോൾ ഡയറക്റ്റ് DYSP ആയിട്ട് കയറി. ഞാൻ CI ആയപ്പോൾ അദ്ദേഹം SP ആയിട്ട് വന്നു, പിന്നെ DIG ആയിട്ട് പോയി. അത് ജാതിയുടെ പരമായിട്ട് കിട്ടിയിട്ടുള്ള അദ്ദേഹത്തിന് കിട്ടിയ ഒരു മെറിറ്റ്. അപ്പൊ അന്നേ മുതൽ